മക്കളെ, അപ്പൊ നമ്മുടെ എക്കണോമിക്സിലെ ഏറ്റവും ചെറിയ ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്. അതിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്, അഥവാ മഹാസാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ മഹാസാമ്പത്തിക മാന്ദ്യം സംഭവിക്കുന്നത് 1929 അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതിന്റെ കാരണം എന്താണെന്നാണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത്. സോ നമ്മുടെ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്കണോമിയിൽ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, എല്ലാവർക്കും എംപ്ലോയ്മെന്റ് ഉണ്ടാകും എന്നൊക്കെ. പക്ഷെ അന്നത്തെ കാലത്ത് ഓവർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായി. ഒരുപാട് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാണ്. സോ ഓവർ പ്രൊഡക്ഷൻ സംഭവിക്കുമ്പോൾ സപ്ലൈ എന്തായിരിക്കും? ഓവർ സപ്ലൈ ആയിരിക്കും. ഒരു സാധനം ഒരുപാട് നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ഡിമാൻഡ് എന്ത് ചെയ്യും? നമ്മുടെ ഡിമാൻഡ് കുറയും. ലോ ഡിമാൻഡ് കുറയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് പൊതുവെ എന്ത് ചെയ്യും? പ്രൈസ് കുറയ്ക്കും. കാരണം കൺസ്യൂമേഴ്സ് ഇത് വാങ്ങണമല്ലോ. അങ്ങനെ പ്രൈസ് കുറയ്ക്കും. പ്രൈസ് കുറയ്ക്കുമ്പോൾ പ്രൊഡ്യൂസേഴ്സിന് എന്ത് കിട്ടില്ല? കൃത്യമായിട്ടുള്ള ലാഭം കിട്ടില്ല. അവർ പിന്നെ എന്ത് ചെയ്യില്ല? പ്രൊഡക്ഷൻ നടത്തില്ല. പ്രൊഡക്ഷൻ അവിടെ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവർക്ക് ഇൻകം ഇല്ലെങ്കിൽ എക്കോണമിയിൽ എന്ത് നടക്കത്തില്ല? എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കത്തില്ല. ഇതാണ് ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടാവാനുള്ള ഒരു മൂല കാരണം എന്ന് പറയുന്നത്. ഇത് കൂടാതെ വേറെ കുറെ റീസൺസ് ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ക്രാഷ്, അതേപോലെ തന്നെ മാസ് വിത്ഡ്രോവൽ ഫ്രം ബാങ്ക്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതാണ് നമ്മുടെ ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടാവാനായിട്ടുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഈ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് പറഞ്ഞിട്ടുള്ള ഫുൾ എംപ്ലോയ്മെന്റ് കാര്യങ്ങളൊന്നും നടക്കില്ല. എക്കോണമിനെ എന്ത് ചെയ്യണം? മൊത്തത്തിൽ പഠിക്കണം. അങ്ങനെയാണ് മാക്രോ എക്കണോമിക്സ് ഒക്കെ എമർജ് ആവുന്നത്. സോ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓൾ ദി ബെസ്റ്റ്.